ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡ്രീം കേക്കിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഒരു വർഷം മുമ്പ് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു കേട്ടോ ഡ്രീം കേക്ക്. അപ്പോൾ ഇനിയും കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കോളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 125 ml കപ്പിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ട് ബാക്കി ഭാഗം മൈദ വെച്ച് ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം മൈദ ഒന്ന് ലെവലാക്കി എടുക്കണേ. ഇപ്പോൾ ഇത് വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് ലെവലാക്കി എടുക്കുക. ഇനി നമ്മളതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഒരു തവണ അരിച്ചാൽ മതി. അതിന് ശേഷം നമ്മൾ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മൈദയൊക്കെ കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വിനീഗറും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ബട്ടർ മിൽക്ക് തയ്യാറാക്കി എടുക്കണതാണ് കേട്ടോ. അപ്പോൾ ഡ്രീം കേക്കിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കുമ്പോൾ ഈ ബട്ടർ മിൽക്ക് ചേർത്തത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളിത് മൂടി വയ്ക്കുന്നുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ പാത്രം എടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ലാത്ത പാത്രമായിരിക്കണം കേട്ടോ. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം പൊടിച്ച് വച്ചിരിക്കുന്ന പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് നേരം ബീറ്റ് ചെയ്യേണ്ട. അതൊന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറിൽ വെള്ളമൊന്നും ഇല്ലയെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് നേരം ബീറ്റ് ചെയ്യേണ്ട. ചെറുതായിട്ടൊന്ന് ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ ബീറ്റർ മാറ്റി വയ്ക്കാം. അതിനുശേഷം മിക്സ് വെച്ചിരിക്കുന്ന ഫ്ലോർ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ബാലൻസ് ഉള്ള ആ ഒരു ഫ്ലോറും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൈഡിൽ കൂടെയൊക്കെ ഫ്ലോർ ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വിസ്ക് മാറ്റിയിട്ട് നമുക്ക് സ്പാച്ചുല കൊണ്ട് ആ സൈഡിലുള്ള ഫ്ലോറൊക്കെ ഒന്ന് തട്ടിയിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തിളച്ച വെള്ളമല്ല, എന്നാൽ അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ. അതും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ സാധാരണ കേക്ക് ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി അല്ല കേട്ടോ. കുറച്ചും കൂടെ ലൂസായിട്ടുള്ള ഒരു പരുവാണ്. അപ്പം നമുക്ക് കാണാം, വീഡിയോയിൽ കാണാമല്ലോ, നന്നായിട്ട് ലൂസായിട്ടുള്ളൊരു പരുവത്തിലാണ്. നമുക്കിത് ബട്ടർ പേപ്പറൊക്കെ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി അത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു സ്ക്യൂർ ഉപയോഗിച്ചിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ഒരു 5-6 പ്രാവശ്യം ടാപ്പ് ചെയ്തും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലെ എയർ ബബിൾസൊക്കെ കുടുങ്ങും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഓവനിലാണ് കേട്ടോ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് മുമ്പ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം 180 ഡിഗ്രി തന്നെ ഒരു 30 തൊട്ട് 35 മിനിറ്റ് വരെ ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 30 മിനിറ്റാണ് വെച്ച് കൊടുക്കുന്നത്.
ഇനി ഓവനിലെങ്കിലും കുഴപ്പമില്ല, ചുവട് കെട്ടുള്ളൊരു അലൂമിനിയം പാത്രത്തിൽ ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. 10 മിനിറ്റ് മുമ്പ് ഗ്യാസ് സ്റ്റോപ്പിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അതിനുശേഷം നമുക്കൊരു 30 മിനിറ്റ് തന്നെ ഗ്യാസ് സ്റ്റോപ്പിലും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല സ്റ്റിഫായിട്ടൊന്നും ബീറ്റ് ചെയ്തെടുക്കണ്ട. നമ്മൾ സാധാരണ ക്രീം കേക്ക് ചെയ്യുന്ന അത്രയൊന്നും സ്റ്റിഫാക്കണ്ട. അതിന് തൊട്ട് മുമ്പ് വരെ ഉള്ള പരുവത്തിലൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഇത് ബീറ്റ് ആയതിന് ശേഷം അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. പുറത്ത് വയ്ക്കണ്ട, കുറച്ചുകൂടെ മെൽറ്റായി പോകില്ല, അതുകൊണ്ട് ഫ്രിഡ്ജിൽ തന്നെ കൊണ്ട് വയ്ക്കാം. ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണൊക്കെ കോൺഫ്ലവർ ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 40 ഗ്രാം വീതം ഡാർക്ക് കോമ്പൗണ്ടും മിൽക്ക് കോമ്പൗണ്ടും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് രണ്ടും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മിൽക്കി ബാർ ഉണ്ടല്ലോ, അതെടുത്താലും മതി കേട്ടോ. അത് എടുത്തിട്ട് ഇതേപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഗ്ലേസിങ് ആയിരിക്കും കേട്ടോ ഈ ഗനാഷ് തയ്യാറാക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത് കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടെ ചോക്ലേറ്റ് എല്ലാം കൂടെ അടുക്കി പിടിക്കും. അപ്പോൾ പിന്നെ ടേസ്റ്റും വ്യത്യാസം വരും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ ചോക്ലേറ്റ് എല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇത് തണുത്തതിന് ശേഷം നമ്മൾ ആദ്യം ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഞാൻ ഡ്രീം കേക്കിൻ്റെ ബോക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 5 ഇഞ്ചിൻ്റെ ബോക്സായിരുന്നു കേട്ടോ. ഞാൻ ബേക്ക് ചെയ്ത് 6 ഇഞ്ചിൻ്റെ ടിന്നിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ഇറങ്ങാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, കൈ കൊണ്ട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും അത് റെഡിയായി കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് തയ്യാറാക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 1/4 കപ്പ് പഞ്ചസാര 1/2 കപ്പ് വെള്ളത്തിലേക്ക് ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് തിളപ്പിച്ചെടുത്താണ് കേട്ടോ. എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഗനാഷും മിക്സ് ചെയ്ത ആ ഒരു വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് സ്പൂൺ വെച്ചൊന്ന് ലെവൽ ചെയ്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമ്മൾ ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 15 മിനിറ്റിന് ശേഷം പുറത്തെടുത്തിട്ട് നമ്മൾ ആ ചോക്ലേറ്റ് ഗനാഷ് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്ത് നമ്മളിപ്പോൾ 3ാമത്തെ ലെയറാണ് സെറ്റ് ചെയ്യുന്നത്. 3ാമത്തെ ലെയർ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു 1/2 മുതൽ 1 മണിക്കൂർ വരെ നമുക്ക് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ടൈറ്റ് ആയതിന് ശേഷമാണ് അടുത്ത ലെയർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ 5 ലെയറാണിത് ഡ്രീം കേക്ക് എന്ന് പറയുന്നത്. 5 in 1 ടോർട്ട് കേക്ക് എന്നും കൂടി ഇതിന് പേരുണ്ട്. എല്ലാവർക്കും അറിയാമായിരിക്കും, ഇപ്പം കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നവർക്കും അറിയാം. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇനി ഒരു ബൗളിലേക്ക് ഒരു 30 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ടും ഒരു 30 ഗ്രാം മിൽക്ക് കോമ്പൗണ്ടും കൂടി എടുത്തിട്ട് നമുക്കൊന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ചോക്ലേറ്റ് എടുക്കുമ്പം ഒരു തുള്ളി വെള്ളം പോലും പാത്രത്തിൽ ഉണ്ടാവരുത്, ചോക്ലേറ്റ് മെൽറ്റ് ആവില്ല. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് സെറ്റാക്കി എടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കണ്ട കേട്ടോ, പുറത്തിരുന്ന് തന്നെ സെറ്റ് ആയിക്കോളും. അതിന് ശേഷം നമുക്ക് ഒരു അരിപ്പയിലൂടെ ഒരു ടീസ്പൂൺ കൊക്കോ പൗഡർ ഇട്ടിട്ട് ഒന്ന് അരിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും ഒരേ ലെവലിൽ കൊക്കോ പൗഡർ വരുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഭാഗത്ത് കൊക്കോ പൗഡർ എത്താത്തുണ്ടെങ്കിൽ ആ സ്പൂൺ വെച്ച് തന്നെ പതുക്കെ പതുക്കെ ഒന്ന് തട്ടിക്കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഡ്രീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് ആ പുറത്തോടെയൊക്കെ വീണിരിക്കുന്ന കൊക്കോ പൗഡറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.